ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈശോയുടെ കൂട്ടുകാരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാം എല്ലാവരും ഒക്ടോബർ മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒക്ടോബർ മാസം എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഒക്ടോബർ മാസം കൊന്തമാസമാണെന്ന്. നാം എല്ലാവരും പരിശുദ്ധ മാതാവിനോടുള്ള പ്രത്യേക ആദരവിനാൽ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. കൊന്തയ്ക്ക് പിന്നിലെ ചരിത്രം നമുക്കൊന്ന് നോക്കിയാലോ. മധ്യകാലഘട്ടത്തിൽ കർത്തൃപ്രാർത്ഥനയും നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപവും ചൊല്ലാൻ പ്രാർത്ഥനാമണികൾ ഉപയോഗിച്ചിരുന്നു. പിന്നീട് 13-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഡൊമിനിക്കിന് പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട് കൊന്തയെക്കുറിച്ച് വെളിപ്പെടുത്തി എന്നാണ് വിശ്വസിക്കുന്നത്. പഴയകാലത്തെ കൊന്ത ഇന്നത്തെ കൊന്തയേക്കാൾ വളരെ ലളിതമായിരുന്നു. പ്രധാനമായും കർത്തൃപ്രാർത്ഥനയും നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപവും ആവർത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനാ രീതിയായിരുന്നു അത്. മണികളുടെ എണ്ണവും രഹസ്യങ്ങളും ഇന്നത്തെ പോലെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് 16-ാം നൂറ്റാണ്ടിൽ പിയൂസ് 5-ാമൻ മാർപ്പാപ്പ കൊന്തയെ ഔദ്യോഗികമായി അംഗീകരിച്ചു. പിന്നീട് 2002-ലാണ് ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ എന്ന പേരിൽ ഒരു ഗണം കൂടി കൂട്ടിച്ചേർത്തതോടെ മൊത്തം രഹസ്യങ്ങളുടെ എണ്ണം 20ആയി. പിന്നീട് കൊന്ത കത്തോലിക്ക സഭയിൽ വളരെ പ്രചാരം നേടി. 16-ാം നൂറ്റാണ്ടിൽ പിയൂസ് 5-ാമൻ മാർപ്പാപ്പ 15 രഹസ്യങ്ങൾ ക്രമപ്പെടുത്തിയതോടെ കൊന്തയുടെ രൂപം കൂടുതൽ വ്യക്തമായി. പഴയകാലത്ത് കൊന്ത പ്രധാനമായും ഒരു വ്യക്തികളുടെ മാത്രം പ്രാർത്ഥനയായിരുന്നു. ആളുകൾ തങ്ങളുടെ വീടുകളിലിരുന്ന് കൊന്ത ചൊല്ലുമായിരുന്നു. പിന്നീട് കൂട്ടായ്മയിൽ കൊന്ത ചൊല്ലുന്നത് പ്രചാരത്തിലായി. കൊന്ത ദൈവത്തോടുള്ള ബന്ധം ശക്തിപ്പെടുത്താനും ആത്മീയ വളർച്ചയ്ക്കും സഹായിക്കുന്ന ഒരു മാർഗമായി കണക്കാക്കി. കൊന്തയുടെ ചരിത്രം നോക്കിയാൽ വളരെ ദീർഘവും സങ്കീർണവുമായ പഴയ കാലത്ത് ഒരു ലളിതമായ പ്രാർത്ഥനാ രീതിയായിരുന്നു കൊന്ത. ഇന്ന് കത്തോലിക്ക സഭയിലെ ഒരു പ്രധാന ഭക്തിഭാവമായി ഇത് മാറിയിരിക്കുന്നു. നാം കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഓരോ മണിയിലും യേശുവിൻ്റെയും മറിയത്തിൻ്റെയും ജീവിതത്തിലെ നിരവധി സംഭവങ്ങളാണ് ധ്യാനിക്കുന്നത്. കൂട്ടായ്മയിൽ നാം കൊന്ത ചൊല്ലുമ്പോൾ അത് വിശ്വാസികളെ ഒന്നിപ്പിക്കുകയും സമൂഹ ജീവിതത്തിൽ സജീവമായി പങ്കെടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ജപമാല പ്രചരിപ്പിച്ചതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയായ വിശുദ്ധ ഡൊമിനിക്ക് ജപമാലയെ ഒരു ശക്തമായ പ്രാർത്ഥന ഉപകരണമായിട്ടാണ് കണ്ടത്. അൽബീജിയൻസിന്റെ വിഭാഗത്തിന്റെ തെറ്റായ വിശ്വാസങ്ങളെ തോൽപ്പിക്കാൻ ജപമാല ഒരു പ്രധാന ആയുധമായി അദ്ദേഹം ഉപയോഗിച്ചു. വിശുദ്ധ ലൂയിസ് മരിയ ഗ്രിഗോറി സ്വർഗത്തിലേക്കുള്ള പാലം എന്നാണ് ജപമാലയെ വിശേഷിപ്പിച്ചത്. നാം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തോടുള്ള ബന്ധം ശക്തിപ്പെടുത്താനും അവിടത്തോടുള്ള അടുപ്പം വർദ്ധിപ്പിക്കാനും നമ്മെ സഹായിക്കുന്നു. അതിനാൽ ഈ ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ അമ്മയോടൊപ്പം അനുഗ്രഹത്തിന്റെ ജീവിതം നയിക്കുവാൻ ജപമാല പ്രാർത്ഥന നമ്മെ സഹായിക്കട്ടെ.